നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകുന്ന സ്ഥിരം പ്രശ്നങ്ങളെ തുടർന്ന് 15ഓളം ബൈക്കുകൾ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നിരവധി തവണ പരാതി ഉയർന്നിരുന്നു. ഇന്നലെയും പ്രശ്നം ഉണ്ടെന്ന വിവരം കിട്ടിയുടനെ പേരാമ്പ്ര ഇൻസ്പെക്ടർ പി. ജംഷീദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലേക്കും മാറിയിരുന്നു. ശേഷം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്ന 15ഓളം ബൈക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവ പിക്കപ്പ് വാഹനത്തിൽ കയറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കസ്റ്റഡിയിലെടുത്ത മിക്ക വാഹനങ്ങൾക്കും രേഖകൾ ഇല്ല എന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവം, നിരന്തരമായിട്ട് കുട്ടികൾ വാഹനവുമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ പേരാമ്പ്ര CI ജംഷീദിനെ വിവരമറിയിക്കുകയും ജംഷീദിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വരികയും കുട്ടികളുടെ വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും വാഹനം പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ആർക്കും ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കഴിയുന്നതും കൊടുത്തുവിടാതിരിക്കുക. വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു ഉദ്യമത്തിന് പേരാമ്പ്ര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്, കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാട്ടുകാരുടെ നന്ദിയും അറിയിച്ചിട്ടുണ്ട്.